എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മദറിനെ ഹെൽപ്പ് ചെയ്യാനായി ക്യൂഞ്ചങ് മദറിന്റെ കൂടെ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. പക്ഷെ അവൻ ഇതിലൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ഇവിടെ ജങ്ദോവും ഒരുപാട് സാഡായിരുന്നു. ഹാജിനാകട്ടെ ആക്ടിങ് പഠിക്കാനായി ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാണ്. ഒരു സീൻ അഭിനയിക്കാനായി അവന് സ്ക്രിപ്റ്റ് കൊടുക്കുന്നു. പക്ഷെ ആ സീനിൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ സാഡായി അവിടുന്ന് പോകുന്നു. എന്നിട്ട് ക്യൂഞ്ചങ്ങിനെ കോൾ ചെയ്യുന്നുണ്ട്. നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുന്നു. നെക്സ്റ്റ് സീനിൽ സിയോജിൻ ഹ്യൂൻസയുമായി സംസാരിക്കുകയാണ്. അവനോട് വീണ്ടും റെക്കോർഡ് ചെയ്യാൻ പറയുന്നു. പക്ഷേ ഹ്യൂൻസോ ആകട്ടെ ഒന്നിലും ഒരു താല്പര്യം കാണിക്കുന്നില്ല. നിനക്ക് എന്തു പറ്റിയെന്ന് സിയോജിൻ ചോദിക്കുന്നുണ്ട്. നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ നീ ഒന്നും അറിയാത്ത പോലെ പ്രിറ്റൻഡ് ചെയ്യുകയാണെന്ന് ഹ്യൂൻസോ പറയുന്നു. നീ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാം നിനക്കിപ്പോൾ കിട്ടി, പക്ഷെ എന്നിട്ടും നീ ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് സിയോജിൻ അവിടുന്ന് പോകുന്നുണ്ട്. ഹ്യൂൻസോ ജീഹക്കിനെ കോൾ ചെയ്യുന്നു. അവൻ്റെ ബാക്കി ഫ്രണ്ട്സും അവനെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ ആരുടെയും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവൻ ഒരുപാട് സാഡായിരുന്നു. നെക്സ്റ്റ് ഡേ സ്കൂളിൽ വെച്ച് സിയോജിൻ ഹ്യൂൻസയോട് റെക്കോർഡിങ്ങിനെ കുറിച്ച് പറയുന്നു. റെക്കോർഡിംഗ് ആണെന്നും നിന്റെ സൗണ്ട് നീ കെയർ ചെയ്യണമെന്നും അവൻ പറയുന്നുണ്ട്. എന്നെ കെയർ ചെയ്യാൻ എനിക്കറിയാം, നീ നിന്റെ കാര്യം നോക്കാൻ ഹ്യൂൻസോ പറയുന്നു. ഇതെല്ലാം കേട്ട് ഹാജിൻ ദേഷ്യത്തിൽ വെളിയിലേക്ക് വരുന്നു. ജങ്ദോയുടെ അടുത്ത് വന്ന് എനിക്ക് ഹ്യൂൻസോയുടെ ഫേസ് കാണാൻ വയ്യ, ഇന്ന് ക്യൂഞ്ചങ്ങും വന്നിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ പ്യൂഞ്ചോ അവിടേക്ക് വരുന്നുണ്ട്. ഐക്കാൻഡി ഗ്രൂപ്പ് അവസാനിച്ചു എന്ന് ഞാൻ കേട്ടല്ലോ എന്ന് അവൻ പറയുമ്പോൾ നീ ഇപ്പോൾ ഇവിടുന്ന് പോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് ഹാജിൻ പറയുന്നു. ഹ്യൂൻസോ ചെയ്ത പോലെ നിങ്ങൾ എന്താ സിയോജിനെ റിക്വസ്റ്റ് ചെയ്യാത്തത്? അവനൊരു സ്റ്റാറാണ്. അവൻ വിചാരിച്ച നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും. ജീഹക്ക് കാരണം നിങ്ങൾക്ക് ഈ അവസ്ഥ വരുന്ന കാര്യം നിങ്ങൾ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നുവെന്നും പ്യൂഞ്ചോ പറയുന്നുണ്ട്. ഈ റീസൺ കൊണ്ടാണ് സിയോജിൻ നിങ്ങളെ വിട്ടതെന്ന് ഹ്യൂൻസോ പറയുന്നു. ഇവൻ പറയുന്നതിൽ തെറ്റില്ല, നമ്മൾ സത്യത്തിൽ ഡംബായെന്ന് ജോങ്മാറും പറയുന്നു. ഹ്യൂൻസോ ഹാജിന്റെ ജങ്ദോടുത്ത് വന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, സോ എൻ്റെ കൂടെ വരാൻ പറയുന്നു. എന്താ നിനക്ക് ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റൂലേ? ഓ, നീ സ്റ്റാർ ആണല്ലോ, നിന്റെ ഇമേജ് നീ ചീത്തയാക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും എന്ന് ഹാജിൻ പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഐക്കാൻഡി ബാൻഡ് വിട്ടു എന്ന് അറിഞ്ഞു. നിങ്ങൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഈ തീരുമാനം എടുത്തത് നിങ്ങൾ സ്വയമാണ്. എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം എന്താണെന്ന് ഹ്യൂൻസോ ചോദിക്കുന്നു. നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ച് ഹാജിൻ അവനോട് ഫൈറ്റ് ചെയ്യാൻ വരുന്നു. ജങ്ദോ അവനോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും സ്റ്റുപ്പിഡാണെന്ന് ഹ്യൂൻസോ പറയുന്നു. ഇതുകൂടി കേൾക്കുമ്പോൾ ഹാജിന് ഒരുപാട് ദേഷ്യം വരുന്നു. ഹ്യൂൻസോയുമായി അവൻ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഹ്യൂൻസോ ഹാജിനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നു. ഇതെല്ലാം സൂഹ കാണുന്നുണ്ട്. അതേസമയം ഇവിടെ ജീഹക്ക് ബ്യൂൻഹിയുടെ മെമ്മോറിയൽ പ്ലേസിൽ വന്നിരിക്കുകയാണ്. ഐക്കാൻഡി ബാൻഡിന് ഇല്ലെന്നും മ്യൂസിക് പ്ലേ ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും നിർത്തിയെന്നും നീ എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയതെന്നും ജീഹക്ക് ബ്യൂൻഹിയുടെ ഫോട്ടോ നോക്കി ചോദിക്കുന്നുണ്ട്. ഇവിടെ ഹാജിനെ ഹ്യൂൻസോയും ഫൈറ്റ് ചെയ്യാണ്. എന്താ സംഭവിച്ചെന്ന് നീ ജീഹക്കിനോട് ചോദിക്കാൻ പറഞ്ഞ് ഹ്യൂൻസോ അവിടുന്ന് പോകുന്നു. നമ്മുടെ ബാൻഡ് വിട്ടു പോകാൻ ഹ്യൂൻസോയോട് പറഞ്ഞത് ജീഹക്കാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞു എന്ന് ഹാജിൻ ക്യൂഞ്ചങ്ങിനോട് പറയുന്നുണ്ട്. ഹാജിൻ ക്യൂഞ്ചങ്ങിനോട് തന്നെ മീറ്റ് ചെയ്യാൻ വരാൻ പറയുന്നു. ഈ സീനിൽ സൂഹ ജീഹക്കിനെ സ്കെച്ച് ചെയ്യാണ്. അപ്പോൾ സിയോജിൻ റൂമിലേക്ക് വരുന്നുണ്ട്. അവൾ ആ സ്കെച്ചും ആ മാലയും ഹൈഡ് ചെയ്യുന്നു. ജീഹക്കിന് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ അവൻ്റെ ലൈഫിൽ വന്ന് എല്ലാം നശിപ്പിച്ചു. എനിക്കിപ്പോൾ എൻ്റെ റൂഫ് ടോപ്പ് റൂമിലേക്ക് പോകാൻ പറ്റില്ല. ജീഹക്കിനെ ലൈക്ക് ചെയ്യാനും പറ്റില്ല. ഞാൻ ജീഹക്കുമായി ബ്രേക്കപ്പ് ആയെന്ന് സൂഹ പറയുന്നുണ്ട്. അവൾ ഒരുപാട് സാഡായിരുന്നു. നെക്സ്റ്റ് സീനിൽ ക്യൂഞ്ചങ് തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വരുന്നു. അവനെ കണ്ട് എല്ലാവരും ഹാപ്പി ആകുന്നുണ്ട്. അവരെല്ലാവരും ജീഹക്കിൻ്റെ അടുത്ത് വരുന്നു. ഞങ്ങളോടൊന്നും പറയാതെ നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് അവൻ്റെ ഫ്രണ്ട്സ് അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ അവരുടെ ഒരു ക്വസ്റ്റ്യൻസിന് മറുപടി പറയുന്നില്ല. വീട്ടിൽ വന്ന് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് ജീഹക്ക് പറയുന്നുണ്ട്. അവരാരും പോകുന്നില്ല. ജീഹക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അവൻ സൂഹയെക്കുറിച്ചെല്ലാം ആലോചിക്കുന്നു. അവൻ ഒരുപാട് സാഡാകുന്നുണ്ട്. സൂഹയും ജീഹക്കിൻ്റെ പാട്ട് കേൾക്കുമായിരുന്നു. അവൾ ഒരുപാട് സാഡായിരുന്നു. ഇവിടെ ടീച്ചർ ഹാരി അടുത്ത് വന്ന് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണം, എൻ്റെ കൂടെ വരാൻ പറയുന്നു. രണ്ടുപേരും വന്ന് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. ഡ്രങ്കായ ഹാരി ടീച്ചറിനോട് സംസാരിക്കുന്നു. ഞാൻ ഒരുപാട് സാഡാണ്. ഐക്കാൻഡിയുടെ കോൺഫിഡൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവർ ബെസ്റ്റാണ്. ഹ്യൂൻസോയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നോട് ജീഹക്കാണ് പറഞ്ഞത്.
പക്ഷേ ഞാൻ ജീഹക്കിനോട് ചെയ്ത് തെറ്റാണോ? അവരുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം അവസാനിച്ചു എന്ന് ഹാരി പറയുന്നുണ്ട്. നീ എന്താ ഈ പറയുന്നതെന്ന് ടീച്ചർ ഹാരിയോട് ചോദിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഹാരി ഒരുപാട് റങ്കായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സീനിൽ ജീഹക്കിനെ കാണാൻ അവന്റെ മദർ വരുന്നു. നീ ഇപ്പോൾ ഒരുപാട് വലുതായി, മുതിർന്ന ആളുകളോട് എങ്ങനെ സംസാരിക്കണം എന്നെല്ലാം മനസ്സിലാക്കിയെന്ന് മദർ പറഞ്ഞ് അവനെ ടച്ച് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ അവൻ ടച്ച് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇന്ന് ലോയർ എവിടെ പോയി? മിക്കവാറും അവർ ബിസി ആയിരിക്കും. അതുകൊണ്ടായിരിക്കും മദർ തന്നെ എന്നെ അന്വേഷിച്ച് വന്നേന്ന് അവൻ പറയുന്നുണ്ട്. നീയും നിന്റെ ഫാദറിന്റെ ലീഗൽ സണ്ണാണ്. നിന്റെ ബ്രദർ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇനി ശ്രദ്ധിക്കില്ല. നിന്നെ പഠിക്കാനായി എബ്രോഡിൽ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് മദർ പറയുന്നു. ഇനി നീ ഇവിടെ താമസിക്കേണ്ട ആവശ്യമില്ലെന്നും അവന്റെ മദർ പറയുന്നു. എനിക്കൊരു മദറും ഇല്ലെന്ന് ജീഹക്ക് പറയുമ്പോൾ നീ എന്നും പാടണമെന്നും എൻ്റെ മകന്റെ സൗണ്ട് ഒരുപാട് ബ്യൂട്ടിഫുൾ ആണെന്നും ആ മദർ പറയുന്നു. എനിക്കുറപ്പാണ് നിങ്ങൾ എൻ്റെ ഒരു പാട്ടും കേട്ടിട്ടുണ്ടാകില്ലെന്ന് പറഞ്ഞ് ജീഹക്ക് റൂമിൽ വന്ന് കഥ അടയ്ക്കുന്നു. മദർ വെളിയിൽ സാഡായി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പോകുന്നു. ജീഹക്ക് റൂമിൽ ഒരുപാട് സാഡായിരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ടീച്ചർ ഹാരിയുടെ ഓഫീസിലേക്ക് വരുന്നു. ഇത് താങ്കളുടെ ഇതുവരെയുള്ള പേയ്മെന്റ് ആണ്. ഹ്യൂൻസോയ്ക്ക് പുതിയൊരു മാനേജർ ഉണ്ട്. അതുകൊണ്ട് താങ്കളുടെ സേവനം ഇനിയുടെ ആവശ്യമില്ല. ഇന്നലെ രാത്രിയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം താങ്കൾ മറക്കാനും ഹാരി പറയുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞ് ടീച്ചർ അവിടുന്ന് പോകുന്നു. ടീച്ചർ ഹ്യൂൻസോയെ കാണാൻ വരുന്നു. നീ നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നും ഐക്യാൻ്റെ ഗ്രൂപ്പ് ഇനി മുതൽ ഇല്ല. ജീഹക്ക് ഇതെല്ലാം ചെയ്ത് നിനക്ക് വേണ്ടിയാണ്. ഇതെല്ലാം മറന്ന് നിന്റെ ജോബിൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ് ടീച്ചർ അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ ഹ്യൂൻസോ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊന്നും മനസ്സിലാകുന്നില്ല. ഏറൻ വന്ന് വാ നമുക്ക് ഐക്യാനിയുടെ കൂടെ പാർട്ടി ചെയ്യാമെന്ന് പറയുന്നു. എന്തിനാണെന്ന് അവൻ ചോദിക്കുമ്പോൾ ഹാജിനെ ക്യൂഞ്ചനെ കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളായെന്ന് ഏറൻ പറയുന്നു. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും നീ എന്തിനാ അവരുടെ പേര് എൻ്റെ മുന്നിൽ പറയുന്നതെന്ന് ഹ്യൂൻസോ ദേഷ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ എന്തു പറ്റിയെന്ന് ഏറൻ ചോദിക്കുന്നു. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഹ്യൂൻസോ പറയുമ്പോൾ നിനക്ക് എന്നിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. അതുകൊണ്ടാണ് നീ എപ്പോഴും എന്നോട് മിണ്ടാതിരിക്കാനും ഇവിടുന്ന് പോകാനൊക്കെ പറയുന്നതെന്ന് ഏറൻ പറയുന്നു. ഹാജിൻ നിന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യം നിനക്കറിയാമോ എന്ന് ഹ്യൂൻസോ ചോദിക്കുമ്പോൾ മേ ബി എന്ന് ഏറൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നിന്നിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തതെന്ന് പറഞ്ഞ് ഹ്യൂൻസോ അവിടുന്ന് പോകുന്നു. അതിനുശേഷം ഹ്യൂൻസോ അവൻ്റെ പേരൻസിനെ കാണാൻ ക്ലബിലേക്ക് വരുന്നു. ക്ലബിൽ ഓണർ അവനെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. എന്നിട്ട് ഇവിടെയും പാടാൻ അവനോട് പറയുന്നു. അവൻ എങ്ങനെയാ ഇവിടെ പാടുന്നതെന്ന് അവൻ്റെ ഫാദർ ചോദിക്കുമ്പോൾ ക്ലബ് ഓണർ ഫാദറിനോട് ദേഷ്യപ്പെടുന്നു. താൻ പാടാമെന്ന് ഹ്യൂൻസോ പറയുന്നുണ്ട്. അതിനുശേഷം അവൻ ഹാരി അടുത്ത് വന്ന് തനിക്ക് ക്ലബിൽ പാടണം എന്ന് പറയുന്നു. ഇത് കേട്ട് ഹാരി ദേഷ്യപ്പെടുന്നു. എൻ്റെ പേരൻസിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ പേരൻസ് ഒരു ക്ലബിലാണ് വർക്ക് ചെയ്യുന്ന കാര്യം എല്ലാവരും അറിയുന്നതാണോ നിന്റെ പേടിയെന്ന് ഹ്യൂൻസോ ചോദിക്കുന്നു. നിന്റെ സോളോ ആൽബം റിലീസാകാൻ പോവുകയാണെന്ന് ഹാരി പറയുമ്പോൾ എൻ്റെ പേരൻസ് ആരുടെയും മുന്നിൽ തല കുനിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ആ ക്ലബിൽ ഒരു പാട്ട് പാടുമെന്ന് അവൻ പറയുന്നു. ഞാൻ പ്രോമിസ് ചെയ്താണെന്നും അവൻ പറയുന്നുണ്ട്. നിനക്കറിയാമോ നിനക്ക് ഈ കോൺട്രാക്റ്റ് കിട്ടാനായി ജിഹക്ക് എന്നോട് എന്തുമാത്രം റിക്വസ്റ്റ് ചെയ്തെന്ന്? നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവൻ തയ്യാറായിരുന്നു. എന്നിട്ടും നീ ഇതാണോ ചെയ്യുന്നതെന്ന് ഹാരി ചോദിക്കുമ്പോൾ ഹ്യൂൻസോ ദേഷ്യപ്പെട്ട് നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ജിഹക്ക് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂൻസോ അവിടേക്ക് വരുന്നു. നീ എന്താണ് ഈ ചെയ്തത്? ഞാൻ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷേ ഇങ്ങനെയല്ലെന്ന് അവൻ പറയുന്നു. നീ എന്ത് കേട്ടിട്ടാണ് ഇവിടേക്ക് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അതെല്ലാം പാസ്റ്റാണ്, വിടാൻ ജിഹക്ക് പറയുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം. ഞങ്ങൾ ആരും നിനക്ക് എഗൻസ്റ്റ് അല്ലെന്ന് ക്യൂജങ് പറയുന്നു. പക്ഷേ നമ്മുടെ ഐക്യാൻ്റെ ബാൻഡ് ഇപ്പോൾ ഇല്ലെന്ന് ഹ്യൂൻസോ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ജിഹക്കും ദേഷ്യത്തിൽ സൂഹയെ ഞാനും എന്ത് ക്രൈമാണ് ചെയ്തത്? അവളുടെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവൾ എൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. ഞാൻ ആരിൽ നിന്നും ഒന്ന് ഹൈഡ് ചെയ്യാൻ ആഗ്രഹിച്ചില്ല. എന്നെപ്പോലെ സൂഹയ ഒറ്റയ്ക്കാണ്. ഞാൻ അവളെ ഒരുപാട് ലൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ എന്നിട്ടും ഞാൻ ഈ ബാൻഡിന് വേണ്ടി അവളുമായി ബ്രേക്കപ്പ് ചെയ്തു എന്ന് ജിഹക്ക് പറയുന്നു. നീ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങളോട് ഒരു കാര്യവും പറയാതിരുന്നതെന്ന് ഹ്യൂൻസോ പറയുന്നുണ്ട്. ജിഹക്ക് അവിടുന്ന് പോകുന്നു. എല്ലാ മെമ്പേഴ്സും ഒരുപാട് സാഡായിരുന്നു.
അവരെല്ലാവരും ജീഹക്കിനെ കുറിച്ച് ആലോചിക്കുന്നു. നെക്സ്റ്റ് സീനിൽ സൂഹയുടെ ഫാദർ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു. അവളെ കാണാൻ വരുന്നുണ്ട്. ഞാൻ ചൈനയിൽ പോയി എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ബിസിനസ് ചെയ്യാൻ പോകുകയാണെന്നും നീ എൻ്റെ കൂടെ വരാനും ഫാദർ അവളോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ടീച്ചറിൻ്റെ ഒരു കോൾ വരുന്നു. ഐക്യാനിയുടെ മാനേജറാണോ എന്ന് ടീച്ചറിനോട് ചോദിക്കുന്നുണ്ട്. ടീച്ചർ അതേന്ന് പറയുന്നു. ജീഹക്ക് റോക്കിമിനെ കാണാൻ വരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ബാൻഡ് പെർഫോം ചെയ്യായിരുന്നു. തൻ്റെ ബാൻഡിനെ കുറിച്ചെല്ലാം ജീഹക്ക് ഓർക്കുന്നു. അവൻ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. ഇവിടെ ടീച്ചർ ഐക്യാൻഡി മെമ്പേഴ്സിനെ കാണാൻ വരുന്നു. താൻ ആരാണെന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ ടീച്ചറാണെന്ന് ക്യൂൻജങ് പറയുന്നുണ്ട്. അല്ല, ഞാൻ ഐക്യാൻഡിയുടെ മാനേജറാണ്. എനിക്കൊരു കോൾ വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജപ്പാനിലെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പോപ്പുലറാണ്. നിങ്ങളെല്ലാവരെയും ഹയർ ചെയ്യാൻ ജപ്പാനിലെ കമ്പനി തയ്യാറാണ്. പക്ഷേ ഐക്യാൻഡി ബാൻഡിൽ ഹ്യൂൻസു വേണമെന്നാണ് അവരുടെ കണ്ടീഷനെന്ന് ടീച്ചർ പറയുന്നുണ്ട്. ഇത് നടക്കില്ല. ഹ്യൂൻസു ഇപ്പോൾ സോളോ ആൽബം പ്രിപ്പയർ ചെയ്യുകയാണ്. അവൻ എങ്ങനെ വരാൻ പറ്റുമെന്ന് ഹാജിൻ ചോദിക്കുന്നു. ജീഹക്ക് എല്ലാം സാക്രിഫൈസ് ചെയ്ത് ഹ്യൂൻസുക്ക് വേണ്ടിയാണെന്ന് ക്യൂൻജങ് പറയുന്നു. പക്ഷേ ഇതിപ്പോൾ പോസിബിൾ അല്ലെന്ന് ഹാജിൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഹ്യൂൻസോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്താൽ മതിയും ചോദിച്ചെണീക്കുന്നുണ്ട്.